ബാങ്ക് ലേലത്തിൽ വെച്ച വസ്തു വിലയ്ക്ക് വാങ്ങി ഒരു വർഷമായിട്ടും തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വസ്തു കൈമാറിയില്ലെന്ന് പരാതി. 11.5 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ വസ്തു കൈമാറ്റം ചെയ്യാത്തതിനാൽ കടക്കെണിയിലാണെന്ന് വയോധിക. എന്നാൽ വസ്തു ചോദിച്ചെത്തിയ രാധാമണിയോട് വിചിത്രവാദമാണ് വസ്തു കൈമാറ്റത്തിന് തടസ്സമായി ബാങ്ക് അധികൃതർ പറയുന്നത്. ഇനി എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഞാൻ കടമെടുത്തത് കൊടുത്തേ പറ്റൂ. പലരോട് കടം മേടിച്ച ഹോസ്പിറ്റലിൽ കൊടുത്തേ എനിക്ക് ആ പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ വായിക്ക് എനിക്കൊരു 10 ലക്ഷം രൂപ ലോണുതാ. ഞാൻ 11 ലക്ഷം ചെല്ലാൻ മുടക്കിയിട്ടുണ്ടല്ലോ. ഈ സ്ഥലത്ത് നിങ്ങളുടെ 10 ലക്ഷം എനിക്ക് ലോണുതാ. എനിക്ക് സ്ഥലവും തരണ്ട, ബാക്കി എൻ്റെ അങ്ങ് പോയിക്കോട്ടെ. നമുക്ക് ഒരു 10 ലക്ഷം എനിക്ക് ആ സ്ഥലത്തിൽ ഇങ്ങോട്ട് ലോണ് വന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലേലത്തിൽ വെച്ച 8 സെന്റ് പുരയിടവും വീടും രാധാമണി വിലയ്ക്ക് വാങ്ങുന്നത്. ഇതുവരെയുള്ള സമ്പാദ്യവും കടം വാങ്ങിയ തുകയും ചേർത്ത് 11.5 ലക്ഷം ബാങ്കിൽ അടച്ചു. എന്നാൽ ഈ വസ്തുവിൽ നിന്ന് പഴയ ഉടമയെ ഒരു വർഷമായിട്ടും ബാങ്ക് ഒഴിപ്പിച്ചില്ല. 3 മാസത്തിനകം അത് എഴുതി തരാം, ഒഴിപ്പിച്ച് എഴുതി തരാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ലേലത്തിൽ പങ്കുകൊള്ളിച്ച് അന്ന് കല്ലുമൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ ആ കല്ലുമില്ല, അവിടെ താമസക്കാരെയും മാറ്റിയിട്ടില്ല. എനിക്കിപ്പോൾ സ്ഥലവുമില്ല, പൈസയുമില്ല. ഞാനൊരു രോഗിയാണ്, ഇത്രയും പ്രായമുണ്ട്, വൃദ്ധയാണ്, പിന്നെ വിധവേ വന്നു. അന്ന് എൻ്റെ ഭർത്താവും കൂടെ വന്നാൽ ലേലം പിടിച്ച് എളുപ്പം പുള്ളിക്ക് അസുഖമായി. എനിക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. ആ ഹോസ്പിറ്റലിൽ എനിക്ക് കടം കിട്ടണം. ഉണ്ടായിരുന്ന പൈസ സാറിന് അറിയാം, ബാങ്കിൽ കിടന്നത് എടുത്താൽ ഞാൻ ഇതിന് മുടക്കിയത്. പ്രായമായ ദമ്പതികളെ ഒഴിപ്പിക്കാൻ പോലീസിന്റെ സഹായം ഉൾപ്പെടെ ലഭിക്കാത്തതാണ് വസ്തു കൈമാറ്റത്തിന് തടസ്സമായി ബാങ്ക് പറയുന്നത്. വാസയോഗ്യം അല്ലാത്ത ഭവനത്തിൽ നിന്ന് മാറി വാസയോഗ്യ ഭവനത്തിലേക്ക് മാറിയതിന്റെ വെളിച്ചത്തിലാണ് ലേലം ചെയ്തത്. ലേലം കൊണ്ടു കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ സ്വാധീനം ചെലുത്തിക്കാണ് അവർ വീണ്ടും ഈ വീട്ടിലോട്ട് കയറി താമസിച്ചു. അപ്പോൾ നമുക്ക് ബാങ്ക് എന്ന നിലയിൽ ചെന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല. പോലീസ് പ്രൊട്ടക്ഷൻ വേണം. പോലീസിനോട് ആവശ്യപ്പെട്ടു, പോലീസ് ആ പ്രൊട്ടക്ഷൻ തന്നില്ല. ഇപ്പോൾ ഹൈക്കോടതി ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി നമുക്ക് അനുവാദം തരുന്ന മുറയ്ക്ക് അവരെ നീക്കിയിട്ട് ഇവർക്ക് അവരെഴുതി വാങ്ങണം. വസ്തു കൈമാറ്റം ചെയ്ത് ലഭിക്കും വരെ ബാങ്കിന് മുൻപിൽ സമരം തുടരാനാണ് രാധാമണിയുടെ തീരുമാനം. മീഡിയ 1 പത്തനംതിട്ട.